ഇന്ന് നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് ഡെൻറ്റോഫേഷ്യൽ ഓർത്തോപീഡിക്സ് എന്നാണ് പറയുക. ബേസിക്കലി ഓർത്തോഡോണ്ടിക്സ് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. സ്ട്രൈറ്റനിങ് ഓഫ് ടീത്ത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഏരിയയിലെ ഒരു സൂപ്പർ സ്പെഷ്യലൈസേഷൻ മാതിരി വരുന്നൊരു സെക്ഷനാണ് ഈ ഡെൻറ്റോഫേഷ്യൽ ഓർത്തോപീഡിക്സ്. ഡെൻറ്റോഫേഷ്യൽ ഓർത്തോപീഡിക്സ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ബേസിക്കലി നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോ ബോൺസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളുടെ ഗ്രോത്തിൽ മാറ്റം വരുത്തി ചെയ്യുന്ന കറക്ഷൻസ്. അതാണ് നമ്മൾ ഈ ഡെൻറ്റോഫേഷ്യൽ ഓർത്തോപീഡിക്സ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് പല ടൈപ്പ് ഇങ്ങനത്തെ സിസ്റ്റംസ് നമ്മൾ കാണാറുണ്ട്, കുഴപ്പങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ താഴത്തെ താടിയിൽ നീണ്ടു വരുന്ന ആൾക്കാരുണ്ട്, താഴത്തെ താടിയിൽ ചെറുതായി പോകുന്ന ആൾക്കാരുണ്ട്, മേലത്തെ താടിയിൽ ഒത്തിരി പൊങ്ങിയേക്കുന്നവരുണ്ട്, അത് ചെറുതായി പോയിരിക്കുന്നവരുണ്ട്, ഫേസിന് ചെരിവുള്ളവരുണ്ട്, ഒരു വശത്തേക്ക് റൊട്ടേഷൻ ഉള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിലുള്ള മാലക്രഷൻ നമ്മൾ ഫേഷ്യൽ ഡിഫോമിറ്റീസ് നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം അല്ലാതെ വേറൊരു സെക്ഷൻ അവിടെ ഉണ്ട്, ക്ലെഫ്റ്റ് അങ്ങനത്തെ ഒരു വേറൊരു സെക്ഷൻ ഉണ്ട്. അത് നമുക്ക് വേറെ സംസാരിച്ച് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇന്ന് നമ്മൾ ഈ പറയുന്നത് സ്പെസിഫിക്കലി ഈ ഒരു കാര്യത്തെ പറ്റിയാണ്. ജോയ്ക്ക് വരുന്ന ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഓർ സൈഡിലേക്കും ഉള്ള ഒക്കെ വരുന്ന ഡിഫോമിറ്റീസിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി ഇതൊക്കെ വളർച്ചയിൽ വരുന്ന മാറ്റങ്ങളാണ്. വളർച്ചയിൽ വരുന്ന മാറ്റങ്ങളെന്ന് പറയുമ്പോൾ അത് വളർച്ചയുടെ ഒരു ഡീവിയേഷനായിട്ട് വരാം, ഓർ വളർച്ചയുടെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് വരാം. നമ്മുടെ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസിൽ ഒക്കെ വളർച്ച കൂടി പോകുന്ന ആൾക്കാരുണ്ട്, ഓർ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് കൊണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ചെറുപ്രായത്തിൽ ഒരു 6 വയസ്സിൽ വരുന്ന അണപ്പല്ലുകളുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ആ പല്ലിന് വലിയ കേടൊക്കെ വന്നിട്ട് നമ്മളത് എടുത്തു കളയുന്നവർ ആലോചിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ എടുത്തു കളഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു ഫങ്ഷണൽ യൂണിറ്റിനെയാണ് നമ്മൾ എടുത്തു കളയുന്നത്. ഈ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫങ്ഷൻ പെർഫോം ചെയ്യുന്നത് ആ ഒരു ഭാഗത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. പക്ഷേ ആ ഒരു സംഗതി നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ ആ വശത്തേക്ക് ഒരു ചെരുവോ അങ്ങനെയുള്ള ഡിഫോമിറ്റീസ് പലപ്പോഴും നമ്മൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെയൊക്കെ മാനേജ്മെൻറ്റാണ് നമ്മൾ ഈ ഡെൻറ്റോഫേഷ്യൽ ഓർത്തോപീഡിക്സ് എന്നുള്ള. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ കുട്ടികളുടെ പല്ല് എടുത്ത് കളയരുതെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഈ പറഞ്ഞത് തന്നെയാണ്. ഈ വളർച്ചയിൽ വ്യത്യാസം വരാം എന്നുള്ള ഒരു റീസണാണ് നമ്മൾ ആ പല്ല് എടുത്ത് കളയരുതെന്ന് പറയുന്നതിൻ്റെ കാരണം. ഇതിൻ്റെ അകത്ത് വരുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ എസ്തെറ്റിക്സ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എത്ര ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഫൈനലി വെൻ ഇറ്റ് കംസ് ടു ദ കോർ ഓഫ് ഇറ്റ് നമുക്കെല്ലാം നന്നായിട്ട് നമ്മുടെ അപ്പിയറൻസ് ഭംഗിയായിരിക്കണം എന്നുള്ളത് നമുക്കൊരു നിർബന്ധമുള്ള കാര്യമാണ്. അപ്പം ഡോക്ടർ പലപ്പോഴും ഫങ്ഷനെ പറ്റി ആലോചിക്കുമ്പോഴും നമ്മൾ നമ്മുടെ അപ്പിയറൻസിനെ പറ്റി ആയിരിക്കും നമ്മൾ ആലോചിക്കുക. അപ്പം നമ്മുടെ ഫേഷ്യൽ ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യണം, ഫങ്ഷൻ പ്രോപ്പറായിട്ട് നമുക്ക് പെർഫോം ചെയ്യാനുള്ള എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, ഗ്രോത്ത് പ്രോപ്പറായിട്ട് നടക്കുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങളെ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എയർവേ എന്ന് പറയുന്നത് ശ്വാസം വിടാനുള്ള ആ ഒരു സൗകര്യമാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ ഈ ജോയുടെ കറക്ഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം നമ്മുടെ എയർവേയുടെ മാനേജ്മെൻറ്റാണ്. നമുക്ക് എയർവേ പ്രോപ്പറായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കറക്ഷൻ ചെയ്തു കഴിഞ്ഞാലും അത് സ്റ്റേബിൾ ആണെന്നില്ലെന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും പേഷ്യൻസ് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാറുമുണ്ട്. അപ്പോൾ അതും നമ്മൾ പലപ്പോഴും മാനേജ് ചെയ്യേണ്ട ഒരാവശ്യം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് തമ്മിലുള്ള ഈ 4 കാര്യങ്ങൾ തമ്മിലുള്ളൊരു ബാലൻസാണ് ഒരു ഡെൻറ്റോഫേഷ്യൽ ഓർത്തോപീഡിക്സ് എന്നുള്ളൊരു വിഭാഗത്തിൻ്റെ അകത്ത് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു മെയിൻ ഭാഗമായിട്ട് വരുന്ന സംഗതി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ വളർച്ചയിലുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഏത് സമയത്താണ് നമ്മൾ ഇത്തരം കറക്ഷൻസ് ചെയ്യേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമ്മൾ ആ സമയത്തെ പറ്റി ആലോചിക്കുമ്പോൾ യൂഷ്വലി
നമ്മളൊരു പ്യൂബറൽ ഓൺസെറ്റ് എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയം, അതിന് മുമ്പുള്ള സമയം. ആൺകുട്ടികൾക്കാണെങ്കിൽ അതുപോലെ തന്നെ റാപ്പിഡായിട്ട് ഹൈറ്റ് വയ്ക്കുന്നതും അവർക്ക് ഒരു ഹോർമോണൽ ചേഞ്ചസ് അവരുടെ ദേഹത്ത് ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ വരുന്ന ഒരു സമയത്ത്, ആ സമയത്താണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും നല്ല സമയമെന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം വളർച്ച കിട്ടുന്ന സമയത്താണ്. നമുക്ക് മാക്സിമം വളർച്ചയെ റെസ്ട്രിക്റ്റ് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന സമയം അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ പലപ്പോഴും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 സ്റ്റേജ് പറയാം. ഒന്ന് പ്രീ പ്യൂബറൽ സ്റ്റേജ്, രണ്ടാമത് പ്യൂബറൽ സ്റ്റേജ്, മൂന്നാമത്തത് പോസ്റ്റ് പ്യൂബറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വളർച്ച ഏകദേശം കഴിയുന്ന സമയത്തേക്കുള്ള ചേഞ്ചസ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ആ സമയം വരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. സോ ദാറ്റ് ആ ബോൺ ഫോർമേഷനൊക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പോകാനൊരു സാധ്യത കുറവാണ്. പിന്നെ നമുക്ക് ആലോചിക്കുമ്പോൾ ഈ കുഴപ്പം തന്നെ നമുക്ക് 2 രീതിയിൽ കാണാൻ പറ്റും. ഒന്ന് ഒരു സ്കെലിറ്റൽ മാലക്ലൂഷൻ എന്ന് പറയാം. രണ്ടാമത്തത് നമുക്കൊരു ഡെൻറ്റോഫേഷ്യൽ എന്നല്ല ഡെൻ്റൽ മാലക്ലൂഷൻ എന്ന് പറയാം. ഇപ്പോൾ സ്കെലിറ്റൽ മാലക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ആ ബോണിന് തന്നെ ഒരു മാറ്റം വന്നേക്കുന്നതുകൊണ്ടുള്ള ചേഞ്ചാണത്. അതേസമയം ഡെൻ്റൽ എന്ന് പറയുമ്പോൾ ഒരു പ്യൂർലി ഡെൻ്റൽ പല്ലും അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളും ഉള്ള ഈ ചേഞ്ചസ് നമുക്ക് ഏതൊക്കെ രീതിയിൽ വരാം എന്നുള്ളതിനെ നമുക്കൊന്ന് ആലോചിക്കാം. നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വരാം, വെർട്ടിക്കൽ ഡയറക്ഷനിൽ വരാം, സൈഡിലേക്ക് വരാം, ഇങ്ങനെ പല രീതിയിൽ വരാം. അപ്പോൾ ഇതിനെല്ലാം ആ ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏത് ഫാക്ടറാണ് ഏതിനോട് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്? സ്കെലിറ്റൽ ഫാക്ടറാണോ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്, അതോ ഡെൻറ്റോഫേഷ്യൽ ഫാക്ടറാണോ? കാരണം ഇപ്പോൾ ഡെൻറ്റോഫേഷ്യൽ കംപ്ലയിൻ്റ് ആണ്, ഡെൻ്റൽ മാലക്ലൂഷൻ ആണെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് ഏത് ഏജിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിനൊരു ഏജ് ഒരു ബാരിയർ അല്ല. അതേസമയം സ്കെലിറ്റൽ ആണെങ്കിൽ ആ സ്കെലിറ്റൽ ബേസ് ഫോം ചെയ്യുന്ന സമയത്ത് വേണം നമ്മളത് മാനേജ് ചെയ്യാനായിട്ട്. പലപ്പോഴും നമ്മൾ കുട്ടികളോട് നമ്മുടെ നാട്ടിൽ നോർമലി ഒരു പാറ്റേൺ എന്താണെന്ന് പറഞ്ഞാൽ 14 വയസ്സായി കഴിഞ്ഞാൽ ക്ലിപ്പിടാൻ പറ്റുള്ളൂ. അത് ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. ഈ 14 വയസ്സ് കഴിഞ്ഞിട്ടേ ക്ലിപ്പിടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 14 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ പല്ലുകളും വരുള്ളൂ. അപ്പം എല്ലാ പല്ലുകളും വന്നു കഴിഞ്ഞാലേ നമുക്ക് പല്ലുകളെ എടുത്തിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ എളുപ്പം വരുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സമയം പറയുന്നത്. അങ്ങനെ പ്രത്യേക സമയമൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് പ്ലാൻ ചെയ്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഉള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഡെൻ്റൽ കംപ്ലയിൻറ്റ്സ് നമുക്ക് ഏത് ഏജിലും ഏത് സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റും. സ്കെലിറ്റൽ ചെയ്യുന്നതിന് ഒരു സമയപരിധിയുണ്ട്. ആ സമയത്തിനുള്ളിലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സ്കെലിറ്റൽ മാലക്ലൂഷനിലേക്ക് ഒരു നോർമൽ ഡെൻ്റൽ മാലക്ലൂഷനായിട്ട് തുടങ്ങുന്ന ഒരു സംഗതി കാലക്രമേണ ഒരു സ്കെലിറ്റൽ മാലക്ലൂഷനായി പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടിക്ക് ബാക്കിലെ പല്ലുകൾക്കെല്ലാം കേടാണ്. അപ്പോൾ ആ പല്ലുകൾ വെച്ച് കടിക്കാൻ പറ്റാതെ വരുവാണെങ്കിൽ നാച്ചുറലി കുട്ടി എന്ത് ചെയ്യും? കുട്ടി ഫ്രണ്ടിലേക്ക് താടിയെല്ല് വെച്ചിട്ട് കടിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ താടി ഫ്രണ്ടിലേക്ക് വെച്ച് കടിക്കുന്ന കുട്ടിക്ക് അതൊരു ഹാബിറ്റ് ആവുകയും ആ ഹാബിറ്റിനെ പിന്നീട് ആ ഒരു പുതിയ പൊസിഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വളർച്ച കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ഡെൻ്റൽ പ്രോബ്ലമായിട്ട് തുടങ്ങുന്നത് ഒരു ചെറിയൊരു പല്ലിന് കേടായിട്ട് തുടങ്ങിയ ഒരു സംഗതി ഫ്യൂച്ചറിൽ ഒരു 16, 17, 18 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ഒത്തിരി ഓവർഗ്രോ ചെയ്തേക്കുന്ന സിറ്റുവേഷൻസൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതുപോലെ തന്നെ വേറെ ചില സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വേദന കാരണം പല്ലുകൾ എടുത്ത് കളയും. കുട്ടികളുടെ പല്ലുകൾ വേദന കാരണം നമ്മൾ കുട്ടികളുടെ പല്ലുകൾ പലപ്പോഴും നമ്മൾ എടുത്ത് കളയും. ഈ എടുത്ത് കളയുന്ന ഭാഗത്ത് പല്ലുകളില്ലാത്തതുകൊണ്ട് അവർക്ക് കടിക്കാൻ പറ്റില്ല. എഗെയിൻ ചവയ്ക്കാനായിട്ട് അതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി അവർ ഫ്രണ്ടിലേക്ക് വെച്ച് കടിക്കുകയും അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, ജോയുടെ ലെങ്ത്ത് കൂടി പോകും. രണ്ടാമത് ഫേഷ്യൽ ഹൈറ്റ് കൊളാപ്സ് ചെയ്ത് പോകും. ഞാൻ അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ നമുക്കൊരു ഗ്രോത്ത് വെക്റ്റർ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഗ്രോത്ത് വെക്റ്റർ എന്ന് പറയുകയാണെങ്കിൽ ഈ താഴത്തെ തടിയലിൻ്റെയും മേളത്തെ തടിയലിൻ്റെയും വളർച്ച ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ഉള്ള ഒരു സംഗതി, അതുപോലെ തന്നെ മേളിലേക്കും താഴേക്കോ ഉള്ളൊരു വളർച്ചയ്ക്ക് വ്യത്യാസമുണ്ട്. അതും നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. ഈ നമുക്ക് 3 രീതിയിൽ പറയാം. നോർമൽ പാറ്റേൺ എന്ന് പറയാം, ഹൊറിസോണ്ടൽ ഗ്രോത്ത് പാറ്റേൺ എന്ന് പറയാം, വെർട്ടിക്കൽ ഗ്രോത്ത് പാറ്റേൺ എന്ന് പറയാം. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഗ്രോത്ത് പാറ്റേൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ബലൂൺ എടുത്തിട്ട് ബലൂണിൻ്റെ അകത്തൊരു മുഖം വരച്ചിട്ട് ആ ബലൂണിൻ്റെ 2 സൈഡിൽ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ ബലൂൺ ഇങ്ങനെ നീണ്ടു പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും.
ആ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നതിനാണ് നമ്മളൊരു വെർട്ടിക്കൽ ഗ്രോത്ത് പാറ്റേൺ എന്ന് പറയുക. ആ സെയിം ബലൂൺ തന്നെ നമ്മൾ സൈഡിലേക്ക് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ മേളിൽ താഴെ നിന്ന് ചെറുതായിട്ട് വരുന്നൊരു പാറ്റേൺ ഉണ്ട്. ആ ഒരു പാറ്റേൺ നമുക്ക് ഹൊറിസോണ്ടൽ ഗ്രോത്ത് പാറ്റേൺ എന്ന് പറയാം. നോർമലായിട്ടുള്ളൊരു പാറ്റേൺ. അപ്പം ഇങ്ങനെ പല വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ വേരിയേഷൻസ് അനുസരിച്ചും ട്രീറ്റ്മെൻറ്റിൻ്റെ പ്ലാനിങ്ങിൽ ഡിഫറൻസ് വരും. എസ്പെഷ്യലി പല ഡോക്ടേഴ്സും പല പേഷ്യൻസും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ, ചില പേഷ്യൻസ് ചോദിക്കും മറ്റേ ഡോക്ടർ അങ്ങനെയാണല്ലോ ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ഈ കുട്ടിക്ക് അങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ അടുത്ത വീട്ടിലെ ആൾക്ക് ഇങ്ങനെയാണ് ചെയ്തത്, ആ പല്ല് എടുത്തില്ല, ഈ പല്ല്. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് വരാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ നോക്കുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ അവരുടെ പല്ല് പൊങ്ങി എന്നുള്ളൊരു കാര്യം മാത്രമല്ല നോക്കുന്നത്, അവരുടെ ഫേഷ്യൽ പാറ്റേൺ നമ്മൾ നോക്കുന്നുണ്ട്, ആൻഡ്രോപോസ്റ്ററോഷിപ്പ് നോക്കുന്നുണ്ട്, വെർട്ടിക്കൽ ഇത് നോക്കുന്നുണ്ട്, മസിലിൻ്റെ ടോണിസിറ്റി, ക്ലോഷറിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഒരു തീരുമാനം എടുക്കുക. അപ്പം ഈ ട്രീറ്റ്മെൻറ്റ് ക്യാൻ വേരി ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അപ്പം അത് ആണ് പലപ്പോഴും ആ ഒരു ഡോക്ടറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അതാണ്. അപ്പം ആ ഒരു വ്യത്യാസം ട്രീറ്റ്മെൻറ്റിൽ പലപ്പോഴും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് എങ്ങനെ അറിയാം എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് വരുന്നത്. യൂഷ്വലി നമുക്കിത് അറിയാനായിട്ട് നമ്മൾ സാധാരണ എക്സ്റേനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. നമ്മൾ സാധാരണ എടുക്കുന്ന 2 ടൈപ്പ് എക്സ്റേ ഉണ്ട്. നമ്മൾ OPG എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോയെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നൊരു ടൈപ്പ് എക്സ്റേ ഉണ്ട്. നമുക്ക് എല്ലാ പല്ലുകളെയും അതിൻ്റെ പാരലൽസും ഒക്കെ നമുക്ക് അറിയാനായിട്ട് അങ്ങനെ ഒരു രീതിയുണ്ട്. രണ്ടാമതൊരു എക്സ്റേ നമ്മൾ പറയുന്നത് ലാറ്ററൽ സെഫ്ലോഗ്രാം എന്ന് പറയും. സൈഡിൽ നിന്ന് നമ്മൾ എടുക്കുന്ന എക്സ്റേ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ജോയുടെ പാറ്റേൺ നമുക്ക് കൃത്യം അറിയാൻ പറ്റും, വെർട്ടിക്കൽ റിലേഷൻസ് അറിയാൻ പറ്റും, ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ഉള്ള പൊസിഷൻസ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും ഈ എക്സ്റേക്കകത്ത് തന്നെ നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂ, നമ്മുടെ ചുണ്ട്, മൂക്ക്, ഇതിൻ്റെ എല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുടെയും ഒരു ഷാഡോ കിട്ടും. അപ്പം ഇതും കൂടെ വെച്ചുകൊണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലി ഒരു ഡിസിഷൻ എടുക്കുക. എഗെയിൻ പലപ്പോഴും ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഞങ്ങൾ അവിടെ പോയപ്പോൾ എക്സ്റേ എടുത്തില്ല, ഇവിടെ വരുമ്പോൾ എക്സ്റേ എടുക്കുന്നുണ്ട്, അതിന് നിങ്ങൾ അങ്ങനെ എക്സ്റേ എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ അകത്ത് ആവശ്യം എന്താ പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഈ ഓരോ ഇവാലുവേഷൻസിന് ആ ഒരു എക്സ്റേ ആ ഒരു സമയത്ത് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് ഓരോ ഭാഗത്തെയും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മൾ ഡെൻറ്റോഫേഷ്യൽ ഡിഫോമിറ്റീസിനെ പറ്റിയും അതിൻ്റെ മാനേജ്മെൻറ്റ് പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കിതിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കുട്ടികളിൽ ഇത് വലിയ ഒരു ലേമാൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും കാണില്ല. പക്ഷേ ഞങ്ങൾക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ഓർത്തോഡോണ്ടിസ്റ്റിന് ഇത് വളരെ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് ട്രീറ്റ്മെൻറ്റ് പ്ലാനുകളിലേക്ക് മൂവ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, സാധാരണ ഒരു കുട്ടിയെ നമ്മൾ എന്നാണ് ആദ്യമായിട്ട് ഡെൻറ്റിസ്റ്റിനെ കാണിക്കേണ്ടതെന്നൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ പറയുന്നൊരു 4 ഇയേഴ്സിൽ, 4 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പല്ലുകളെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഈ ഫേഷ്യൽ കറക്ഷൻ്റെ പെർസ്പെക്റ്റീവ് എന്നുള്ളത് ഡെൻറ്റിസ്റ്റിനെ കുട്ടികളെ കാണിക്കുന്നത് നേരത്തെ തന്നെ കിടക്കുകയാണെങ്കിൽ നമ്മൾ കാണിച്ചത് ശരിയാക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കാണിക്കേണ്ടത് ഈ ഒരു 4 ഇയേഴ്സിലാണ് നമ്മൾ ആദ്യം കാണിക്കേണ്ടത്. അപ്പോൾ ആ 4 ഇയേഴ്സിൽ കാണിക്കുമ്പോൾ തന്നെ നമുക്കിതിനൊരു അതിൻ്റെ എങ്ങോട്ടാണ് ഈ ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്ത് പോകുന്നതെന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടും. ഒന്ന്. രണ്ടാമത്തത് 7 വയസ്സിൽ. 7 വയസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ടിലെ പല്ലുകൾ ഇറപ്റ്റ് ചെയ്തിട്ടുണ്ട്, അണപ്പല്ലുകൾ ഇറപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വന്നു കഴിയുമ്പോൾ എഗെയിൻ നമുക്കതിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ പറയുന്നത് 9 വയസ്സിൽ ആൻഡ് 11 ഇയേഴ്സ്. യൂഷ്വലി 9 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചില കറക്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ചിലത് നമുക്ക് 11 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സ്. പക്ഷേ എന്തായാലും ഒരു ഡെൻറ്റോഫേഷ്യൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമ്മളത് നേരത്തെ കാണിക്കുകയും നേരത്തെ അറ്റ്ലീസ്റ്റ് പ്ലാൻ ചെയ്ത് എന്നത്തേക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് ആലോചിക്കേണ്ടതും ആവശ്യമുണ്ട്. അതേസമയം നമ്മൾ താമസിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഡെൻ്റൽ മാലോക്ലൂഷൻ ഓർ ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു മാലോക്ലൂഷൻ ഒരു എസ്റ്റാബ്ലിഷ്ഡ് മാലോക്ലൂഷനായിട്ട് മാറും. പിന്നീട് അത് നമുക്ക് അതിൻ്റെ കറക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്നല്ല, ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം ആ ഒരു പാറ്റേൺ നമ്മൾ നോക്കിയിട്ട് വേണം അതിൻ്റെ കറക്ഷൻസിനെ പറ്റി നമുക്ക് ആലോചിക്കാം. ഒരു 99% നമ്മുടെ ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് എല്ലാം നമുക്ക് ആ വളരുന്ന പ്രായത്തിൽ തന്നെ വന്നാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളൊരു 1% സിറ്റുവേഷൻസ് മാത്രമേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതായിട്ട് വരാറുള്ളൂ. അതും പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമഫ്ലാജ് ചെയ്യാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. പുറത്തുള്ളവർക്കത് അറിയാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ആക്കി വയ്ക്കാൻ പറ്റും.
അതുപോലെ തന്നെ ഉള്ളൊരു സംഗതി അതിപ്പോൾ നമുക്കിത് ഒന്ന് ഞാൻ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ആദ്യം തന്നെ ക്ലിനിക്കൽ ഇവാലുവേഷനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് റേഡിയോഗ്രാഫിക് ഇവാലുവേഷൻ. നമ്മൾ ക്ലിനിക്കലി നമ്മളൊരു പ്രോബ്ലം ഇങ്ങനെ ഉണ്ടെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എക്സ്റേ എടുത്തിട്ട് ആ പ്രോബ്ലത്തെ നമ്മൾ കൺഫേം ചെയ്യും. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളത് നമ്മളൊന്ന് കൺഫേം ചെയ്യും. മൂന്നാമത്തത് നമുക്ക് ഈ പേഷ്യൻ്റെ മോഡല് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ മോഡൽ വെച്ച് ഉള്ള ഇവാലുവേഷൻസ് അതെല്ലാം നമ്മളെ ഫസ്റ്റ് ക്ലിനിക്കലി നമ്മൾ മനസ്സിലാക്കിയത് തന്നെ അതിൻ്റെ കൺഫർമേഷനായിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. റേഡിയോ എക്സ്റേ ആണെങ്കിൽ എക്സ്റേ എടുക്കുന്നത്, മോഡൽസ് ആണെങ്കിൽ മോഡൽസ് എടുക്കുന്നത്. പിന്നെ അതിനൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് ഇവരുടെ ഗ്രോത്ത് പാറ്റേണും അതുപോലെ തന്നെ എയർവേയുമാണ്. അപ്പം ശ്വാസം വലിക്കുന്ന രീതി, അപ്പം ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മൂക്കിനകത്തൊരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി വരും. നമുക്കറിയാം, നമ്മൾ മൂക്കിനകത്ത് ദശ വളരുക എന്നൊക്കെ പറയുന്ന അഡിനോയിഡ്സ് അതുപോലെ ടോൺസിൽസൊക്കെ ഉണ്ടായി വന്ന് അവിടെ ഒരു കൺജഷൻ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ കൺജഷൻ ഉണ്ടാകുന്ന അവസ്ഥയിൽ അവർക്ക് മൂക്കിയുടെ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അവർ വാ തുറന്നിട്ട് അതിലെ ശ്വാസം എടുക്കുന്നൊരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യും. ഈ വാ തുറന്നിട്ട് അങ്ങനെ ശ്വാസം എടുക്കുന്ന പാറ്റേൺ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പം വരുന്ന കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ മേളിലെ പല്ലുകൾക്ക് അതുപോലെ താഴ്ന്ന പല്ലുകൾക്കും ഇറപ്റ്റ് ചെയ്ത് വരാനായിട്ടുള്ളൊരു സ്പേസ് കൂടുതലുണ്ടായി വരികയാണ് ചെയ്യുന്നത്. പല്ലുകൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാതെ വരുന്നതുകൊണ്ട്. അപ്പം ഫേസ് ഒരു ലോങ് ഫേസിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. നമ്മൾ പാലറ്റ് നോക്കുകയാണെങ്കിൽ ഹൈ ആർച്ച് ആയിട്ടുള്ള പാലറ്റ് ആയിരിക്കും. അങ്ങനത്തെ ചില ചേഞ്ചസ് ഫേസിലേക്ക് വരും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയങ്ങൾ ഞാനീ പറഞ്ഞ 4, 7, 9, 11 ഈ 4 ഇതുമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് മുമ്പായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യമുള്ളത്. അതേസമയം ഇതിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ കറക്റ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. സൈഡിലേക്കൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ കറക്റ്റ് ചെയ്ത് വെക്കും. അതും നമുക്ക് ഇപ്പോൾ 4 വയസ്സിൽ തന്നെയുള്ളൊരു കുട്ടിക്ക് ഒരു പ്രോസ്പെക്റ്റ് എന്ന സംഗതി ഉണ്ടെങ്കിൽ നമ്മളത് നേരത്തെ തന്നെ മാനേജ് ചെയ്യും. ഇനി നമുക്ക് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ട്രാൻസ്വേഴ്സ് സൈഡിലേക്കുള്ള കറക്ഷൻസ് കാണുകയാണെങ്കിൽ അത് നമ്മൾ നേരത്തെ തന്നെ കറക്റ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ലാറ്ററൽ ഡീവിയേഷൻസ്, ചെരിവ്, എസിമെട്രി ഇതൊക്കെ ഉണ്ടായി വരും. ഈ എസിമെട്രി ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കറക്ഷൻ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് അതൊക്കെ ഗ്രോത്തിൻ്റെ ഉള്ള സമയത്ത് തന്നെ നമ്മളങ്ങ് ചെയ്തു വയ്ക്കുവാണെങ്കിൽ ഈ എസിമെട്രി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഇതൊരു പ്രത്യേക ഒരു കാറ്റഗറി ആൾക്കാർ മാത്രമുള്ളതെന്ന് ഓർക്കരുത്. എല്ലാവർക്കും ഉണ്ട് വേരിയിങ് ഡിഗ്രീസിൽ. ഒറ്റ വ്യത്യാസമുള്ളത് ചിലർക്ക് കൂടുതലായി പോവും. അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന രീതിയിലായിരിക്കും. അതിന് നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നത് നമ്മളെന്താ ബോധർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആരുടെയും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ അല്ല. എല്ലാവർക്കും ഒരു വേരിയേഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ഈ ഗ്രോത്ത് മോഡുലേഷൻ അപ്ലയൻസസ് എന്ന് പറയും. ഗ്രോത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തടിയലിൻ്റെ വളർച്ചയെ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെയുള്ള ചില ക്ലിപ്പുകളുണ്ട്. ട്വിൻ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫ്രാങ്കിൾസ് അപ്ലയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബയോനേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്മൾ ഫിക്സ് അപ്ലയൻസിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ചില ക്ലിപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്ലിപ്പുകൾ ആണ് ഒരു വേറൊരു കാറ്റഗറി ഓഫ് അപ്ലയൻസ്. പിന്നെ ഉള്ളത് വെർട്ടിക്കൽ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനുള്ളത്. വെർട്ടിക്കൽ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ഹെഡ് ഗിയർ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഹെഡ് ഗിയറൊക്കെ പുറത്ത് വരുന്നതാണ്, വായിക്ക് വെളിയിൽ വരുന്നതായതുകൊണ്ട് ചില കുട്ടികൾക്ക് വെക്കാൻ മടിയുണ്ട്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് വേറെ മീൻസ് ഉണ്ട്. ഇപ്പം വളർച്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിലും അതിനെ മാനേജ് ചെയ്യാനുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ പറയുന്നത് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള വേരിയേഷൻസാണ് നമ്മൾ പറയാനുള്ളത്. അതിന് നമ്മൾ സാധാരണ പറയുന്ന ക്ലാസ് 2 എന്ന് പറയും. ക്ലാസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ താടിയിൽ പുറകിലേക്ക് നിൽക്കുന്നതോ അല്ലെങ്കിൽ മേളിലത്തെ താടിയിൽ കണ്ടമാനം പൊങ്ങി വന്നേക്കുന്നതോ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അതിനാണ് നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള റിലേഷനിൽ ലോവർ ജോ ചെറുതാണെങ്കിലും മേളിലത്തെ തടിയിൽ ഒത്തിരി വലുതാണെങ്കിലും ഉള്ള ഇതിനെയാണ് നമ്മൾ ക്ലാസ് 2 എന്ന് പറയുക. അതിൻ്റെ മാനേജ്മെൻറ്റാണ് പലപ്പോഴും നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് വേണ്ടി വരുന്നത്. അതിന് ഈ പറഞ്ഞ മാതിരിയുള്ള ഈ ട്വിൻ ബ്ലോക്ക്, ഹെഡ് ഗിയർ ഇങ്ങനെയുള്ള അപ്ലയൻസ് പലതും വളരെ എഫക്റ്റീവായിട്ടുള്ള അപ്ലയൻസാണ്. അടുത്തൊരു കാറ്റഗറി വരുന്നത് ക്ലാസ് 3 മാലപ്രൂഷൻ എന്ന് പറയും. ക്ലാസ് 3 എന്ന് പറയുമ്പോൾ താഴത്തെ താടിയിൽ ഞാൻ പറഞ്ഞതിന് നേരെ റിവേഴ്സ്. താഴത്തെ താടിയിൽ ഒന്നെങ്കിൽ വലുത് അല്ലെങ്കിൽ മേളിലെ താടിയിൽ ഒത്തിരി ചെറുത്, അതിൻ്റെ കോമ്പിനേഷൻസ് അങ്ങനെയുള്ളത് ഉണ്ടായി വരാറുണ്ട്. അപ്പം അത് ആണ് അടുത്തൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അതിനും ട്വിൻ ബ്ലോക്ക് തന്നെയുണ്ട്. ട്വിൻ ബ്ലോക്കിൻ്റെ തന്നെ റിവേഴ്സ് ട്വിൻ ബ്ലോക്ക് ഉണ്ട്, ആക്ടിവേറ്റർ, റിവേഴ്സ് ആക്ടിവേറ്റർ, അങ്ങനെ പല സിസ്റ്റംസ് വഴി നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ മേളിലെ താടിയിലെ ഗ്രോത്ത് കൂട്ടണമെങ്കിൽ
അതിനായിട്ടുള്ള സ്പെഷ്യൽ ഡിവൈസസ് ഉണ്ട്. റിവേഴ്സിബിൾ ഹെഡ് ഗിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അത് വായിക്ക് വെളിയിൽ വരുന്ന ക്ലിപ്പുകളാണ്. പക്ഷേ ഇപ്പോൾ വായിക്കകത്ത് നമുക്ക് ചെയ്യാനുള്ള മീൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആലോചിക്കാനുള്ളത്, ഈ ഗ്രോത്ത് ഉള്ള സമയത്ത് ഒരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ ഈ ഒരു അബ്നോർമൽ വേരിയേഷനിലേക്ക് ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് താഴത്തെ പല്ലുകൾ ഫ്രണ്ടിലേക്ക് വരാനുള്ള റീസൺ, ഇപ്പോൾ കേടുകളാണെങ്കിൽ ആ കേടുകൾ അടച്ചെടുക്കുക. ഒരു പല്ല് മാറി നിൽക്കുന്നുണ്ട്, ആ പല്ലിനെ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗൈഡൻസ് നമ്മൾ കറക്റ്റ് ചെയ്യുക. പിന്നെ ഹാബിറ്റ്സ്, കൈ കുടിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ ആ ഹാബിറ്റ് നമ്മൾ, കൈ കുടിക്കുന്ന ഹാബിറ്റ് ഒരു പരിധിവരെ നോർമലാണ്. ഒരു 4-5 വയസ്സ് വരെ അതിന് നോർമലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് കവിഞ്ഞ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പല ഓപ്ഷൻസ്, പല കാര്യം, ഇതിൻ്റെ കോമ്പിനേഷൻസാണ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുക. അത് അഗെയിൻ ആ ഒരു ഡോക്ടറുടെ ഡിസ്കഷൻ അനുസരിച്ചാണ് അത് ചെയ്യുക. പിന്നെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു ഗോൾഡൻ ടൈമുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു 7 മുതൽ 13 വയസ്സ് വരെയുള്ളൊരു സമയം എന്ന് പറഞ്ഞത്. ഞാൻ 4, 9, 4, 7, 9, 11 അങ്ങനെ വന്നപ്പോഴത് 7 മുതൽ 13 വയസ്സ് വരെ. 13 വയസ്സ് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയമാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ കൂട്ടിയിട്ട് അതാണ് അതിൻ്റെ ഒരു ഗോൾഡൻ പീരീഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ചൂസിങ് ദ റൈറ്റ് അപ്ലയൻസ് ആൻഡ് ടൈം, അത് അഗെയിൻ ഡോക്ടറുടെ ഡിസ്കഷനാണ്. ആ മാലപ്രഷൻ്റെ സിവിയറിറ്റി അനുസരിച്ച്, മാലപ്രഷൻ്റെ പാറ്റേൺ അനുസരിച്ച് എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ആ ഡോക്ടർക്ക് തീരുമാനിക്കാനുള്ളൊരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പലപ്പോഴും പല ഡോക്ടേഴ്സിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. നമുക്കത് ഇന്ന ഡോക്ടർ അത് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇത് മാറ്റുന്നത്, അങ്ങനെയുള്ളൊരു ഡിസ്കഷൻ പലപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു ഡോക്ടറുടെ പ്ലാനിങ് അനുസരിച്ച് ആ ഡോക്ടർക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് അദ്ദേഹം അത് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സീക്വൻഷ്യൽ മാനേജ്മെൻറ്റ്, നമ്മൾ ഓരോ കറക്ഷൻസ് എങ്ങനെ പ്ലാൻ ചെയ്യണം, ഏത് സമയത്ത് ഏത് കറക്ഷൻ പ്ലാൻ ചെയ്യണം, ഏത് കറക്ഷൻ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് സീക്വൻസൽ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് വരാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഓർത്തോപീഡിക് കറക്ഷനും ഓർത്തോഡോണ്ടിക് കറക്ഷനും പലപ്പോഴും നമ്മൾ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകണം. അതിനൊരു ജുഡീഷ്യൽ ഒരു ഇൻ്റർട്വീനിങ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്ക് ഏത് സമയത്ത് ഏത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില സമയത്ത് നമ്മൾ ഇപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ട്രീറ്റ്മെൻറ്റ് തൽക്കാലത്തേക്ക് അവോയ്ഡ് ചെയ്യുക, അങ്ങനെ ഒരു റീസൺ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രൂ സ്കെലിറ്റൽ പാറ്റേൺ ആണ്. അത് വളരെ സിവിയറായിട്ട് പ്രോഗ്രസ് ഇതിനകത്ത് നമ്മൾ വെറുതെ ക്ലിപ്പ് വെച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ളതാണ്. ട്രീറ്റ്മെൻറ്റ് പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, സർജിക്കൽ കറക്ഷൻ ആണെങ്കിൽ ആ സർജിക്കൽ കറക്ഷൻ അതിൻ്റെ കറക്റ്റ് സമയത്ത് ആ ഒരു കറക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പ്ലാൻ. പക്ഷേ അങ്ങനെയുള്ളപ്പോൾ പോലും പലപ്പോഴും നമുക്ക് ഈ മേളിലത്തെ തടിയിൽ ചെറുതായി പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ സർജിക്കലി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പം ഇതിനകത്ത് ബോൺ വരണമല്ലോ. ആ എക്സ്പാൻഡ് ഗ്യാപ്പല്ലേ ഉള്ളത്. ആ ബോൺ അവിടെ ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒരു ഡെഫിഷ്യൻസി നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ നേരത്തെ എക്സ്പാൻഡ് ചെയ്ത് ചില ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ നേരത്തെ ചെയ്തു വയ്ക്കുന്നതും ഈവൻ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള കേസിൽ നമ്മളത് ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ അടുത്തതിൻ്റെ റിട്ടൻഷനും സ്റ്റെബിലിറ്റിയൊക്കെയാണ്. റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കിട്ടുന്ന കറക്ഷൻ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ്. എഗെയിൻ അതും ഡോക്ടർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എങ്ങനത്തെ കറക്ഷനാണ് ഡോക്ടർ ചെയ്തത്, അതിൻ്റെ റിട്ടൻഷൻ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് ഡോക്ടർ നോക്കി ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സാധാരണ പറയുന്നത് ഒരു റീറ്റൈനർ എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടേമിലേക്ക് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സാധാരണ ചില ആൾക്കാർ പറയാറുണ്ട് നമുക്ക് 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡെൻ്റൽ അബ്നോർമാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഈസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഒരു 10 or 15 ഇയേഴ്സിലാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒന്ന് ക്ലിപ്പിട്ട് പല്ല് താഴ്ത്തിച്ച് ഒരു റിട്ടൻഷൻ അപ്ലയൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല. പലപ്പോഴും അത് തിരിച്ചു പോകാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ലോങ് ടേം റിട്ടൻഷൻ, നമുക്ക് ഈ റിട്ടൻഷൻ പ്രോട്ടോക്കോളിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു റിപ്പീറ്റഡ് പൊസിഷനിങ് ഓഫ് ദ ടീത്ത് ആൻഡ് ദ ജോസ് ഇൻ വൺ പെർട്ടിക്കുലർ സ്പേസ്, ഒരു ഇതിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് നമ്മുടെ ബ്രെയിനിലൊരു റെക്കോർഡിംഗ് ആയിട്ട് കിടക്കുക ചെയ്യുന്നത്. നമുക്കിതിനെ മാറ്റി കളയാനുള്ള മീൻസ് ഒന്നുമില്ല. നമുക്കതിനെ ഓവർ റൈറ്റ് ചെയ്യാം ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ അതിന് എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല. പക്ഷേ അത് ലോങ് ടേം ആണ്. നമുക്ക് പക്ഷേ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെങ്കിൽ
നമുക്ക് ആ പീരീഡ് ഓഫ് വെയറിങ് ഇറ്റ് ഒരു 24 ഹവേഴ്സിനകത്ത് നമ്മളിത് എത്ര സമയം വെക്കണം എന്നുള്ളത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് നമുക്ക് 8 ഹവേഴ്സ് വരെ നമ്മൾ സ്ലീപ്പിംഗ് ടൈം മാത്രമായിട്ട് നമുക്ക് പലപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് അങ്ങനെയുള്ളപ്പോഴും അത് വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള റീറ്റൈനേഴ്സ് ഉണ്ട്, റിമൂവബിൾ റിറ്റൈനേഴ്സ് ഉണ്ട്. നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള പറഞ്ഞാൽ പല്ല് പിടിപ്പിക്കുന്ന ടൈപ്പ് റീറ്റൈനറുകൾ, റിമൂവബിൾ റിറ്റൈനർ. അതാണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് റിമൂവബിൾ റിറ്റൈനറാണ്, നമ്മൾ ഒറ്റക്കമ്പി എന്നൊക്കെ പറയും. ഇപ്പം അതിന് ഒരു ഷെല്ല് മാതിരിയുള്ളൊരു റീറ്റൈനർ വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് അതെല്ലാം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സംഗതികളാണ്, വളരെ കംഫർട്ടബിളാണ്, നമുക്ക് കാണാൻ പറ്റില്ല, അങ്ങനെയുള്ള അഡ്വാൻറ്റേജൊക്കെ അതിനുണ്ട്. പിന്നെ ആ പല്ലിൻ്റെ പൊസിഷൻ, നമ്മൾ ഏത് പൊസിഷനിൽ നിർത്തുന്ന ആ ഒരു പൊസിഷൻ തന്നെ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം നോക്കേണ്ടത്, നമ്മുടെ ഈ എയർവേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോ ദാറ്റ് നമുക്ക് ആ ശ്വാസം വിടാനുള്ള പാറ്റേണും അതുമെല്ലാം നമുക്ക് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി നമുക്ക് ശ്വാസം വലിക്കാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ അകത്ത് ഒബ്സ്ട്രക്ഷൻസ് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇത്രയാണ് എനിക്ക് ഇതേപ്പറ്റി പറയാനുള്ളത്. ഇതേപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ you can always contact us. We can definitely help you and guide you. അതിന് ഉള്ള നമ്പേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, അതിൽ കോൺടാക്റ്റ് ചെയ്യുക ആവശ്യമുള്ളവർ. That's it. Thanks a lot.